കോഴിക്കോട് ഫാറൂഖിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിൽ. ഫറോക്ക് ചന്ത സ്കൂളിലെ ശുചിമുറിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ കണ്ടെത്തിയത്. അസം സ്വദേശിയായ പ്രസൻജിത്ത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ ഓടിപ്പോവുകയായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ഇതിൽ കൂടി പോകലുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ ഒരു കുണ്ടുണ്ട് ഇത് അവിടെ തന്നെ. അപ്പോൾ എന്തോ ഒരു ഇത് ശബ്ദം കേട്ട് വിൽക്കാൻ പോണ പോലെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്, ചെറുതായി പതുക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പം തന്നെ പോലീസുകാർ വന്ന് അവർ ഓടുന്നു കഴിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതിൽ കൂടി കുറച്ച് മുമ്പ് ഓടിയിനി. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, ചാടിപ്പോയ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എവിടെ വെച്ചാണ് പിടിയിലായത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതി പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി എത്തിക്കുമ്പോഴായിരുന്നു പ്രതി ചാടിപ്പോയിട്ടുണ്ടായിരുന്നത്. പോലീസുകാരുടെ എണ്ണം കുറവായതിനാൽ ഈ ഒരു തക്കം നോക്കിയിട്ടാണ് ചാടിപ്പോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് ഫറൂഖിലെ ചന്ത സ്കൂളിന്റെ ശുചിമുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫറൂഖ് ചന്ത സ്കൂളിനടുത്തേക്ക് പോലീസ് എത്തുന്നത്. ഈ കൈവിലങ്ങ് ഉള്ളതിനാൽ തന്നെയാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിച്ചത് ഒരു പ്രതിയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ എല്ലാം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് പ്രതി മറ്റൊരു നാട്ടിലുള്ള വ്യക്തിയുമായി കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുമായി ബാംഗ്ലൂരിലേക്ക് കടന്നു കളയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ബാംഗ്ലൂരുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ഇവിടെ വെച്ചിട്ടാണ് പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ പ്രസൻജിത്തിനെയും പിടികൂടുന്നത്. തുടർന്നാണ് ഈ പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിടുകയും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 2:45 കൂടി തന്നെ ഫറൂഖ് പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആതിര. ശരി അഭിന, കോഴിക്കോട് ഫാറൂഖിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഫറൂഖ് ചന്ത സ്കൂളിലെ ശുചിമുറിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് പ്രതിയെ കണ്ടെത്തിയത്. അസം സ്വദേശിയായ പ്രസൻജിത്ത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ ഓടിപ്പോവുകയായിരുന്നു.